ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡൈറ്റിവ് ബൈ വാൽഡിസ്ലോ സ്പിൽമാൻ. ഇത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഒരു യഹൂദ പിയാനിസ്റ്റിൻ്റെ യഥാർത്ഥ അനുഭവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കഠിന സാഹചര്യങ്ങൾ അവൻ എങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപകടത്തിനിടയിലും ഒരു ജർമ്മൻ ഓഫീസർ അവനെ സഹായിക്കുന്നു, അതിലൂടെ മനുഷ്യസ്നേഹം കാണിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് സെൻറ്റൻസ് വിത്ത് മലയാളം മീനിങ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ഞാൻ ലാഡർ വാതിലിനടുത്തുള്ള കസാരയിൽ ക്ഷീണിച്ചിരുന്നു. ആരാണ് ഈ ലാഡർ വാതിലിനടുത്തുള്ള കസാരയിൽ ക്ഷീണിച്ചിരുന്നത്? നമ്മുടെ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്യാരക്ടറാണ് സ്റ്റോറിയിലെ. അപ്പോൾ ഇവിടെ ഈ പിയാനിസ്റ്റിനെയാണ് നമ്മൾ പ്രോട്ടോഗോണിസ്റ്റായിട്ട് പറയുന്നത്. ഇയാളുടെ കഥ പറയുകയാണ്. അപ്പോൾ ഐ സ്ലംഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഗ്രൂപ്പ്. ഞാൻ ലാഡർ വാതിലിനടുത്തുള്ള കസാരയിൽ ക്ഷീണിച്ചിരുന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേർഡ് വിത്ത് ഡിഫിക്കൽറ്റി. ഡു വാട്ട് യു ലൈക്ക് ടു മീ. ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. ഈ പിയാനിസ്റ്റ് ആരോടോ സംസാരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് സംസാരിക്കുന്നത്? കുറച്ച് കഴിഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടോടെ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? നമ്മുടെ പിയാനിസ്റ്റ് പറയുകയാണ്. ആരുടെ അടുത്താണ്? ഒരു ഓഫീസറിൻ്റെ അടുത്താണ് അവർ പറയുന്നത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം, ഞാൻ ഇവിടെ നിന്നും പോകില്ല എന്ന് പറയാണ് നമ്മുടെ പിയാനിസ്റ്റ്. അപ്പോൾ അടുത്ത ഓഫീസർ പറയാണ്, ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. ദ ഓഫീസർ സെഡ്. നിന്നെ ഒന്നും ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ലെന്ന് ഓഫീസർ പറഞ്ഞു. ദെൻ ഹി ആസ്ക്ഡ് മീ വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്. അപ്പോൾ ഈ ഓഫീസർ ചോദിക്കുകയാണ് പിയാനിസ്റ്റിൻ്റെ അടുത്ത്, നീ എന്താണ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന്, എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. ഐ ആം എ പിയാനിസ്റ്റ്. ഹീ ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. നമ്മുടെ പിയാനിസ്റ്റ് പറയാണ്, ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഓഫീസർ അവനെ ശ്രദ്ധിച്ചു നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു അതർ റൂം. പിന്നെ അവൻ്റെ ശ്രദ്ധ അടുത്ത മുറിയുടെ വാതിലിലേക്കായിരുന്നു. എൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം. ഒരാശയം അയാൾക്ക് തോന്നി. ആർക്ക് തോന്നി? നമ്മുടെ ഓഫീസറിന് തോന്നി. കം വിത്ത് മീ, വിൽ യു. ഈ ഓഫീസർ പിയാനിസ്റ്റിനോട് ചോദിക്കുകയാണ്, എന്നോടൊപ്പം വരുമോ എന്ന് ചോദിച്ചു. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വിത്ത് വെർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അടുത്ത മുറിയിലേക്ക് പോയി. അവിടെ മതിലിനരികിൽ ഒരു പിയാനോ ഉണ്ടായിരുന്നു. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ്. ആ ഓഫീസർ ആ പിയാനോയിലേക്ക് വിരൽ ചൂണ്ടി. പ്ലേ സംതിങ്, എന്തെങ്കിലും വായിക്കൂ എന്ന് പറയുകയാണ്. ആരടുത്ത്? പിയാനിസ്റ്റിൻ്റെ അടുത്ത്. നമുക്കിനി നെക്സ്റ്റ് പേജ് നോക്കാം. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. പിയാനിസ്റ്റ് നമ്മുടെ ഓഫീസറിനെ സംശയത്തോടെ നോക്കുകയാണ്. എൻക്വയറിംഗ്ലി എന്ന് പറഞ്ഞാൽ സംശയത്തോടെ, പക്ഷേ അവിടെ നിന്ന് നീങ്ങിയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ് സിൻസ് ഹി ആഡഡ് റീഅഷറിംഗ്ലി. ആ ഓഫീസറിന് ഈ പിയാനിസ്റ്റിൻ്റെ സംശയത്തോടെയുള്ള നോട്ടം കണ്ടപ്പോൾ തന്നെ അവരെ ആശ്വസിപ്പിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, യു ക്യാൻ പ്ലേ. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈയിങ് ദി ഇൻസ്ട്രുമെൻ്റ് ഔട്ട്. അപ്പോൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നീ ആ ലാഡറിൽ ഒളിച്ചോളൂ, ഞാനാണ് പിയാനോ വായിച്ചതെന്ന് പറയാണ് ആര്? നമ്മുടെ ഓഫീസർ. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷൂക്ക്. ഞാൻ കീബോർഡിൽ വിരലുകൾ വെച്ചപ്പോൾ അവ കുലുങ്ങി. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ് ഫോർ 2.5 years. മൈ ഫിംഗേഴ്സ് വെർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട് ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്. 2.5 വർഷമായി ഞാൻ അഭ്യസിച്ചിട്ടില്ല എന്ന് പിയാനോ വായിച്ചിട്ട് നമ്മുടെ പിയാനിസ്റ്റിട്ട് 2.5 years ആയി. അതിനാൽ വിരലുകളൊന്നും ഭയങ്കര കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. മണ്ണ് പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. നഖങ്ങളാണെങ്കിൽ മുറിച്ചിട്ട് വാഴ്ചകളായി. പ്ലേ ചോപ്പിൻസ് നോക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ. ഞാൻ ഷോപ്പിൻ്റെ ഒരു സംഗീതം വായിച്ചു. വെൻ ഐ ഫിനിഷ്ഡ് ദ സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് ഈറി. ഞാൻ വായിച്ചു തീർന്നപ്പോൾ ചുറ്റും വളരെ ദുഃഖകരവും ഭയങ്കരവുമായ നിശബ്ദത ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. എ ഹാഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. പുറത്തുനിന്ന് ഒരു വലിയ തോക്കിൻ്റെ ശബ്ദം കേട്ടു. ദ ഓഫീസർ ലുക്ക് അറ്റ് മീ ഇൻ സൈലൻസ്. ഓഫീസർ ഒന്നും പറയാതെ എന്നെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ് ആൻഡ് മ്യൂട്ടേഡ്. കുറച്ചു കഴിഞ്ഞ് അവൻ ദീർഘനിശ്വാസം വിട്ട് പതുക്കെ പറഞ്ഞു. ആര്? നമ്മുടെ ഓഫീസർ. ഓൾ ദ സെയിം യു ഷുഡൻറ്റ് സ്റ്റേ ഹിയർ. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. യു വിൽ ബി സേഫ് ദർ. നീ ഇവിടെ തുടരേണ്ടതില്ല, ഞാൻ നിന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം, അവിടെ നീ സുരക്ഷിതനാകും, അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? നമ്മുടെ ഓഫീസർ പറയാണ് പിയാനിസ്റ്റിൻ്റെ അടുത്ത്, നിന്നെ ഞാൻ വില്ലേജിലേക്ക് കൊണ്ടുപോകാം, അവിടെ നീ സേഫായിട്ട് ഇരിക്കാമല്ലോ. ഐ ഷൂക്ക് മൈ ഹെഡ്. ആര്? നമ്മുടെ പിയാനിസ്റ്റ് തലകുലുക്കി.
പക്ഷേ ഇല്ലെന്ന ഭാവത്തോടെയാണ് തലകുലുക്കിയത്. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്, ഐ സെഡ് ഫേംലി. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. ഓൺലി നൗ ഡിഡ് ഹീ സീപ് ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് എമംഗ് ദ റൂംസ്. ഇപ്പോഴാണ് ഞാൻ ഒളിച്ചിരുന്ന യഥാർത്ഥ കാരണം അവന് മനസ്സിലായത്. ആർക്ക് മനസ്സിലായത്? ഓഫീസറിന്. യു ആർ ജൂയിഷ്, ഹി ആസ്ക്ഡ്. അപ്പോൾ ചോദിക്കുകയാണ്, നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ്, നീ ജൂതനാണോ, ജൂയിഷ് യഹൂദനാണോ എന്ന് ചോദിക്കുകയാണ്. യെസ്, അതെ എന്ന് പറയുകയാണ് ആര്? പിയാനിസ്റ്റ്. യെസ്, വെൽ ഹി മർമേർഡ്, ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺട്ട് ലിവ്, വെർ ആർ യു ഹൈഡിങ്. ശരി, അവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോകാൻ കഴിയില്ല, നിനക്ക് പോകാൻ കഴിയില്ല. നീ എവിടെയാണ് ഇത്രയും ദിവസം ഒളിച്ചിരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ കഥയിലെ കോണ്ടാക്സ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ നമ്മുടെ പിയാനിസ്റ്റ് ജൂ ആണ്. ജൂ എന്ന് പറഞ്ഞാൽ യഹൂദനാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ജൂയിഷിന് കുറേ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ പിയാനിസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഒരു ബിൽഡിങ്ങിൽ കഴിയുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഓഫീസർ വരികയാണ്. ഓഫീസർ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഓഫീസറാണ്. ജർമ്മൻ ഓഫീസർ ഈ പിയാനിസ്റ്റിൻ്റെ അടുത്ത് പിയാനോ വായിക്കാനും അയാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇയാൾ ജൂ ആണ്, ഇയാൾക്ക് പുറത്ത് കടക്കാൻ പറ്റില്ല എന്നുള്ള സത്യം. അപ്പോൾ ഈ ഓഫീസർ ചോദിക്കുകയാണ്, നീ എത്രയും കാലം എങ്ങനെയാണ് എവിടെയായിരുന്നു ഹൈഡ് ചെയ്ത് ജീവിച്ചിരുന്നത്? ഹൈഡ് ചെയ്യാണ്ട് പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ സൈനികരെ കണ്ടു കഴിഞ്ഞാൽ ഈ ജൂസിനെ കൊല്ലുന്ന അവസ്ഥയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇൻ ദ ആറ്റിക്, മുകളിലെ മുറിയിൽ നിന്ന് പറഞ്ഞു ആര്? നമ്മുടെ പിയാനിസ്റ്റ്. ഹി ഇൻസ്പെക്റ്റഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്ഡ്. അവൻ മുകളിലെ ഒരു മുറി പരിശോധിച്ചു. ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കണ്ടു. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി എബോവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. മുകളിലെ വാതിലിന് മുകളിൽ ഒരു ചെറിയ മറവിടം ഉണ്ടായിരുന്നു. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. ആ ലോഫ്റ്റിലാണ് ഞാൻ ഒളിക്കേണ്ടതെന്ന് ഓഫീസർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു ഒളിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെന്ന് ആര് മനസ്സിലാക്കുന്നത്? നമ്മുടെ പിയാനിസ്റ്റ് മനസ്സിലാക്കുന്നത്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. നിനക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കഴിക്കാൻ വേണ്ടി ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. യുദ്ധം നടക്കുന്ന കാരണം ഇയാൾ ഒളിവിലാണ്. അപ്പോൾ ഒളിവിൽ താമസിക്കുമ്പോൾ നമുക്ക് പുറത്ത് പോയി ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ളൊരു സാഹചര്യമില്ല. അയാൾ ജൂ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ, അതല്ലെങ്കിൽ ഭക്ഷണം കയ്യിലുണ്ടോ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പിയാനിസ്റ്റ് പറയാണ്, നോ ഐ സെഡ്, വി വിൽ നെവർ മൈൻഡ്, ഹി ആഡഡ് ഹേസ്റ്റ്ലി, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്. അപ്പോൾ ഈ ഓഫീസർ പറയാണ്, നിനക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുവരാമെന്ന്. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ. ഇപ്പോഴാണ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചത്. അപ്പോഴാണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത് ആര്? ഇതുവരെ ഓഫീസർ ഈ പിയാനിസ്റ്റിൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും ചോദിക്കുകയാണ്. പക്ഷെ പിയാനിസ്റ്റ് മറുപടി നൽകുക എന്നല്ലാതെ തിരിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ആർ യു ജർമ്മൻ ചോദിക്കുകയാണ് നമ്മുടെ പിയാനിസ്റ്റ്. ഓഫീസറിൻ്റെ അടുത്ത് ഇതുവരെ ഓഫീസർ ചോദിച്ചതിനുള്ള മറുപടി മാത്രമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അയാൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത്. ആർ യു ജർമ്മൻ എന്ന് ചോദിക്കുകയാണ് ആര്? നമ്മുടെ പിയാനിസ്റ്റ്. അപ്പോൾ ഓഫീസർ പറയാണ്, ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ എജിറ്റേഷൻ ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാസ് ബീൻ എൻ ഇൻസൾട്ട്. അയാൾക്ക് ആ ചോദിച്ച ചോദ്യം ഭയങ്കര ഇൻസൾട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അയാൾ ദേഷ്യത്തോടെയും കോപത്തോടെയും തിരിച്ച് പറയാണ്, യെസ് ഐ ആം ആൻഡ് അഷെയിംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. അതെ, ഞാൻ ജർമ്മനാണ്, പക്ഷേ എനിക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ലജ്ജയാണ് തോന്നുന്നതെന്ന് പറയാണ് ആര്? നമ്മുടെ ഓഫീസർ. അബ്രപ്റ്റ്ലി ഹി ഷൂക്ക് ഹാൻഡ്സ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് തന്നെ അവനോട് കൈകുലുക്കി. ആരോട്? പിയാനിസ്റ്റും നമ്മുടെ ഓഫീസറും കൈകുലുക്കി. ഓഫീസർ പുറത്തേക്ക് പോയി. നെക്സ്റ്റ് പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 3 days passed before he reappeared. 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അവൻ വീണ്ടും വന്നത്. ഓഫീസർ വീണ്ടും ഈ പിയാനിസ്റ്റിനെ കാണാൻ വന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹിയർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. സന്ധ്യയും കനത്ത ഇരുട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ ലോഫ്റ്റിൻ്റെ താഴെ നിന്നൊരു മന്ദ ശബ്ദം കേട്ടു. ഹലോ, ആർ യു ദർ? ഹലോ, നീ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പിയാനിസ്റ്റ് റിപ്ലൈ നൽകി. യെസ് ഐ ആം ഹിയർ, ഐ റിപ്ലൈഡ്. അതെ, ഞാൻ ഇവിടെയുണ്ട്,
ഞാൻ പറഞ്ഞു. സൂൺ ആഫ്റ്റർവാർഡ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭാരമുള്ള വസ്തു എൻ്റെ അടുത്ത് വന്ന് വീണു. ത്രൂ ദ പേപ്പർ ഐ ഫെൽ സെവറൽ ലോവ്സ് ആൻഡ് സംതിങ് സോഫ്റ്റ് വിച്ച് ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി ജാം wrapped in grease proof paper. ആ പേപ്പറിൻ്റെ ഇടയിലൂടെ ഞാൻ ബ്രെഡും ഒരു മൃദുവായ വസ്തുവും സ്പർശിച്ചു. പിന്നീട് അത് പേപ്പറിൽ പൊതിഞ്ഞ ജാമാണെന്നാണ് മനസ്സിലായത്. നമ്മുടെ ഓഫീസർ 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പിയാനിസ്റ്റിന് ഒരു പേപ്പർ, ഒരു കട്ടിയുള്ള ഇത് എറിഞ്ഞു കൊടുക്കുകയാണ്. നീ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഇയാൾ നോക്കുമ്പോൾ, പിയാനിസ്റ്റ് നോക്കുമ്പോൾ, ഇയാൾ ഒളിവിലായതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നോക്കുമ്പോൾ അതെന്താണ്, ബ്രെഡും ജാമും ആണ്. ഐ ക്വിക്ക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾഡ് വെയിറ്റ് എ മൊമെൻറ്റ്. ഞാൻ ഉടനെ നമ്മുടെ പിയാനിസ്റ്റ് ആ പുതിയൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് വെയിറ്റ് എ മൊമെൻറ്റ്, നിൽക്കൂ, ഒരു നിമിഷം കാത്തിരിക്കൂ എന്ന് വിളിച്ചു. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യൻറ്റ്. ഇരുട്ടിൽ നിന്നുള്ള ശബ്ദം ക്ഷമയില്ലാത്തതുപോലെ തോന്നി. വാട്ട് ഈസ് ഇറ്റ്? ഹറി അപ്പ്. ദ ഗാർഡ് സോ മീ കം ഇൻ ഹിയർ ആൻഡ് ഐ മസ്റ്റൻറ്റ് സ്റ്റേ ലോങ്. ജസ്റ്റ് ഹാങ് ഓൺ ഫ്യൂ മോർ വീക്സ്. ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിങ് അറ്റ് ലേറ്റസ്റ്റ്. എന്താണ്? വേഗം പറയൂ. കാവൽക്കാർ എന്നെ ഇവിടെ വരുന്നത് കണ്ടു. ഞാൻ കൂടുതൽ നേരം നിൽക്കരുത്. ഇനി കുറച്ച് ആഴ്ചകൾ മാത്രം സഹിച്ചാൽ മതി. വസന്തകാലത്തേക്കുള്ള യുദ്ധം തീരും, അവൻ പറഞ്ഞു. നമ്മുടെ ഓഫീസർ പറയാണ്, എന്താണ് നിങ്ങൾ പറയുന്നത്? വേഗം പറയൂ. ഞാൻ ഇവിടേക്ക് വരുന്നത് കാവൽക്കാർ കണ്ടതാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ല. ഇനി കുറച്ച് ആഴ്ചകൾ കൂടി മാത്രമേ സഹിച്ചാൽ മതി. വസന്തകാലത്തിനുള്ളിൽ യുദ്ധം തീരുമെന്ന് പറയാണ്. ആര്? നമ്മുടെ ഓഫീസർ. ദ വോയിസ് ഫെൽ സൈലൻറ്റ്. ഐ ഡിഡ് നോട്ട് നോ ഇഫ് ദ ഓഫീസർ വാസ് സ്റ്റിൽ ദർ ഓർ ഇഫ് ഹി ഹാഡ് ഗോൺ. പിന്നീട് ശബ്ദം നിശബ്ദമായി. അവൻ ഇപ്പോഴും അവിടെ ഉണ്ടോ, പോയോ എന്നൊന്നും അറിയില്ല. ആര്? ഓഫീസർ. ബട്ട് സഡൻലി ഹീ സ്പോക്ക് അഗെയിൻ. യു മസ്റ്റ് ഹാങ് ഓൺ, ഡു യു ഹിയർ? അപ്പോൾ ഓഫീസർ പറയാണ്. പക്ഷെ പെട്ടെന്ന് അവൻ വീണ്ടും പറഞ്ഞു, നീ സഹിച്ചു കൊള്ളണം കേട്ടോ. ഹിസ് വോയിസ് സൗണ്ടഡ് ഹാർഷ്, ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി were giving an order, convincing me of his unyielding belief that the war would end well for us. അവൻ്റെ ശബ്ദം വളരെ കഠിന ശബ്ദത്തോടെയാണ് നമ്മുടെ ഓഫീസർ പറയുന്നത്, ഒരു ഉത്തരവിടുന്നത് പോലെ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഉത്തരവ്. കൺവിൻസ് ചെയ്യുകയാണ്. ആരെയാണ്? നമ്മളെ പിയാനിസ്റ്റിനെ കൺവിൻസ് ചെയ്യുകയാണ് യുദ്ധം നന്നായി അവസാനിക്കും എന്ന് അവൻ്റെ ഉറച്ച വിശ്വാസം ഉള്ളതുപോലെ തോന്നി. ഈ ഓഫീസറിന് യുദ്ധം പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ അവസാനിക്കുന്ന അത് അയാളുടെ വോയിസിലുണ്ടായിരുന്നു. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിങ്. അപ്പോഴാണ് മുകളിലെ വാതിൽ ശാന്തമായി അടയുന്ന ശബ്ദം ഞാൻ കേട്ടത്. മൊണോട്ടസ് ഹോപ്പ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. ഒരേപോലെ നീണ്ട പ്രതീക്ഷയില്ലാത്ത ആഴ്ചകൾ കടന്നുപോയി. ഐ ഹിയർ ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. തോക്കുകളും പടക്കങ്ങളുള്ള ശബ്ദം വീണ്ടും കുറയുകയും ചെയ്തു. ദർ വർ ഡേയ്സ് വെൻ നോട്ട് എ സിംഗിൾ ഷോട്ട് ബ്രോക്ക് ദ സൈലൻസ്. ചില ദിവസങ്ങൾ ഒരു വെടിയൊച്ച പോലും കേൾക്കാനില്ലായിരുന്നു. സോൾജർ വെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയേഴ്സ്, ഓഫൺ ബ്രിങ്ങിങ് ലാർജ് പാക്കേജ് അപ്പ് ടു ദ ആറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. സൈനികർ പടികളിലൂടെ മുകളിലേക്കും താഴേക്കും പോയി. അവർ പലപ്പോഴും വലിയ പൊതികൾ മുകളിലേക്ക് കൊണ്ടുപോയി, മറ്റുള്ളവ താഴേക്കും കൊണ്ടുവന്നു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പിയാനിസ്റ്റ് ഒളിവിലിരിക്കുകയാണ് ഈ ബിൽഡിങ്ങിൽ. ബട്ട് മൈ ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചൂസൺ. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. പക്ഷെ ഞാൻ ഒളിച്ചിരുന്ന സ്ഥലം വളരെ നല്ലതായിരുന്നു. ആരും ഒരിക്കലും ആ ലോഫ്റ്റ് പരിശോധിക്കാമെന്ന് വിചാരിച്ചില്ല. പിയാനിസ്റ്റ് പറയാണ്, അയാൾ ഒളിച്ചിരുന്ന സ്ഥലം വളരെ നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആരും അവിടെ ലോഫ്റ്റിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആരും ചെക്ക് ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. ഓൺ 12 ഡിസംബർ ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. നമ്മുടെ ഓഫീസർ ലാസ്റ്റായിട്ട് വന്നത് 12 ഡിസംബറിനാണ്. ഹി ബോട്ട് മീ എ ലാർജ് സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് എ വാം ഈഡർ ഡൗൺ. മുമ്പേക്കാൾ കൂടുതലായി ബ്രെഡും ഒരു ചൂടുള്ള പുതപ്പും അവൻ കൊണ്ടുവന്നു. ഓഫീസർ പിയാനിസ്റ്റിന് കുറേ ബ്രെഡുകളും അവസാനമായിട്ട് കാണാൻ വന്നത് 12 ഡിസംബറിനാണ്. അന്ന് അയാൾ കുറേ ബ്രെഡും ഒരു ചൂടുള്ള പുതപ്പൊക്കെ പിയാനിസ്റ്റിന് കൊടുത്തു. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിങ് വാർസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹർട്ട്. അവൻ തൻ്റെ സൈനികത്തോടൊപ്പം വാൻസോ വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു. കൂടാതെ ഞാൻ ഒരിക്കലും ധൈര്യം നഷ്ടപ്പെടുത്തരുതെന്നും പറഞ്ഞു. നമ്മുടെ ഓഫീസർ ധൈര്യം കൊടുക്കുകയാണ് പിയാനിസ്റ്റിന്. നിങ്ങളൊരിക്കലും
ധൈര്യം നഷ്ടപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഈ സൈന്യം ഇവിടുന്ന് പോവുകയാണ്, വാൽസോ വിട്ട് പോവുകയാണെന്ന് പറയാണ്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക് ആൻഷ്യസ്ലി. ഈ പിയാനിസ്റ്റ് ചോദിക്കുകയാണ്, പുറത്ത് നടക്കുന്ന യുദ്ധത്തിൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടാന്ന്. അപ്പോൾ ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫെർനോ for over 5 years, he replied, it's obviously God's will for us to live. നിനക്കും എനിക്കും ഈ നരകസമാനമായ അവസ്ഥയിൽ 5 വർഷത്തിലധികം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും ജീവിക്കാൻ പറ്റുമെന്നാണ് ആര് പറയുന്നത്? ഓഫീസർ പറഞ്ഞു കൊടുക്കുന്നത്. ഓഫീസർ പിയാനിസ്റ്റിൻ്റെ അടുത്ത് പറയുകയാണ്, നമ്മൾ 5 വർഷത്തിലേറെയായി ഈ നരകസമാനമായ ജീവിതത്തിൽ ജീവിക്കുന്നത്. പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മൾ ജീവിച്ചു, മറ്റുള്ളവരെ പോലെ മരിച്ചു പോയിട്ടില്ല. അപ്പോൾ ദൈവത്തിനെ നമ്മൾ ജീവിക്കണം എന്നായിരിക്കും താല്പര്യം. We had already said goodbye and he was about to go when an idea came to me at the last moment. അവർ പരസ്പരം ബായൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴാണ് അവനൊരാശയം, ഒരു ഐഡിയ തോന്നിയത്. ആർക്ക്? നമ്മുടെ പിയാനിസ്റ്റിന്. ഐ ഹാഡ് ലോങ് ബീൻ ട്രാക്കിംഗ് മൈ ബ്രെയിൻസ് ഫോർ സം വേ ഓഫ് ഷോയിങ് ഹിം മൈ ഗ്രാറ്റിറ്റ്യൂഡ്. അവനോട് നന്ദി പറയാൻ ഒരു മാർഗം കണ്ടെത്താൻ ഞാൻ ഏറെ നാളായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി. കേൾക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ പിയാനിസ്റ്റ് ഓഫീസർ കുറേ ഹെൽപ്പുകൾ നമ്മുടെ പിയാനിസ്റ്റിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഫുഡ് കൊടുക്കുക, പുതപ്പ് കൊടുക്കുക, അങ്ങനെ മറ്റുള്ളവരോട് സൈന്യത്തിനോട് പറയാതിരിക്കുകയൊക്കെ നമ്മുടെ ഓഫീസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്, ഉപകാര സൂചകമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ ദിവസങ്ങളായി നമ്മുടെ പിയാനിസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പറയുകയാണ്, ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗാൻ സ്പീക്കിംഗ് അർജൻറ്റ്ലി. അപ്പോൾ കേൾക്കൂ എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് അടിയന്തരമായി സംസാരിച്ചു തുടങ്ങി. ഐ നെവർ ടോൾഡ് യു മൈ നെയിം, യു ഡിഡൻറ്റ് ആസ്ക് മീ, ബട്ട് ഐ വാണ്ട് യു ടു റിമെമ്പർ ഇറ്റ്. ഞാൻ എൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിയാനിസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ പേര് ഇതുവരെ നിന്നോട് പറഞ്ഞിട്ടില്ല, നീ എന്നോട് ചോദിച്ചിട്ടുമില്ല. പക്ഷെ നീ അത് ഓർക്കണമെന്ന് എനിക്ക് തോന്നി. ഹു നോസ് വാട്ട് മേ ഹാപ്പൻ, എന്ത് സംഭവിക്കുന്ന ആർക്കറിയാം. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം, നിനക്ക് വീട്ടിലേക്ക് പോകാൻ ഏറെ ദൂരം ബാക്കിയുണ്ട്. ഇഫ് ഐ സർവൈവ് ഐ വിൽ സെർട്ടൻലി ബി വർക്കിംഗ് ഫോർ പോളിഷ് റേഡിയോ അഗെയിൻ. ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇനി വീണ്ടും വർക്ക് ചെയ്യാൻ പോകുന്നത് പോളിഷ് റേഡിയോയിലായിരിക്കും. ഐ വാസ് ദർ ബിഫോർ ദ വാർ, വാറിന് മുന്നേ ഞാൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എവിടെ? പോളിഷ് റേഡിയോയിൽ. ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു, ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് യു, ദെൻ ഇൻ എനി വേ റിമെമ്പർ മൈ നെയിം, സ്പിൽമാൻ, പോളിഷ് റേഡിയോ. നമ്മുടെ പിയാനിസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിരുന്നത് പോളിഷ് റേഡിയോയിലാണ്. അപ്പം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് തോന്നിയാൽ, റിമെമ്പർ മൈ നെയിം, എൻ്റെ പേര് നീ ഓർക്കണം. സ്പിൽമാൻ, പോളിഷ് റേഡിയോ എന്നാണ് എൻ്റെ നെയിം. അപ്പം നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ ഓർക്കണം എന്ന് പറയാണ്. ആര്? പിയാനിസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ഓഫീസർ പറയാണ്, ഹി സ്മൈൽഡ് ഹിസ് യൂഷ്വൽ സ്മൈൽ, ഹാഫ് ഷൈ ആൻഡ് എംബ്രാസ്, ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൺ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. അപ്പോൾ ഓഫീസർ പതിവ് പോലെ തന്നെ ചിരിച്ച് അല്പം നാണത്തോടെയും ലജ്ജയോടെയും നമ്മൾ പിയാനിസ്റ്റ് പറഞ്ഞത് സന്തോഷമായി എന്നുള്ള രീതിയിൽ ചിരിച്ചു. ദ ഫസ്റ്റ് ഹാർഡ് ഫ്രോസ്റ്റ് കെയിം ഇൻ ദ മിഡിൽ ഓഫ് ഡിസംബർ. ഡിസംബർ മധ്യത്തിൽ കടുത്ത തണുപ്പ് തുടങ്ങി. ക്രിസ്മസ് കെയിം ആൻഡ് ദെൻ ദ ന്യൂ ഇയർ 1945, ദ 6th ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ ഓഫ് ദ വാർ ആൻഡ് ദ വേഴ്സ്റ്റ് ഐ ഹാഡ് നോ. ക്രിസ്മസും തുടർന്നു. 1945 പുതുവത്സരവും വന്നു. യുദ്ധകാലത്ത് 6ാമത്തെ ആഘോഷമായിരുന്നു അത്. കൂടാതെ ഏറ്റവും മോശമായതും. നമ്മുടെ യുദ്ധം തുടങ്ങിയിട്ട് 6ാമത്തെ ക്രിസ്മസ് ആയിരുന്നു 1945. പിന്നെ അതോടൊപ്പം തന്നെ ന്യൂ ഇയറുമായിരുന്നു. ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു മൈ സ്റ്റോമി വിൻഡ്. ഞാൻ ഇരുട്ടിൽ കിടന്ന് കാറ്റിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ഐ ഹിയർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ അറ്റിക്. മുകളിലെ എറ്റിക്കിൽ എലികൾ ഓടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവ്രി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. എൻ്റെ മനസ്സിൽ യുദ്ധത്തിന് മുമ്പും സമയത്തും ഉണ്ടായ എല്ലാ ക്രിസ്മസുകളും ഞാൻ ഓർമ്മിച്ചു.
ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. ആദ്യം എനിക്ക് വീടുണ്ടായിരുന്നു, മാതാപിതാക്കളുണ്ടായിരുന്നു, 2 സഹോദരിമാരും 1 സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ ആനി മോർ ബട്ട് വി വർ ടുഗെദർ. പിന്നീട് ഞങ്ങൾക്ക് സ്വന്തം വീടില്ലാതായി, പക്ഷെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിലും ചുറ്റും ആളുകളുണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ ആൻഡ് ഐ സപ്പോസ്ഡ് ദാൻ. ഇപ്പോൾ ഞാൻ അതിലും കൂടുതൽ ഒറ്റപ്പെട്ടതായി മാറിയെന്ന് ഞാൻ കരുതി. നമ്മുടെ പിയാനിസ്റ്റ് പറയുകയാണ്, അയാൾക്ക് ആദ്യം യുദ്ധത്തിന് മുന്നമേ വീടും പേരൻസും 2 സിസ്റ്റേഴ്സും 1 ബ്രദറും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീട് നഷ്ടമായി. പക്ഷേ പേരൻസും സിസ്റ്റേഴ്സും ബ്രദറും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഒറ്റയ്ക്കായി. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ. വേറെയും ആളുകൾ അയാളുടെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ അയാൾ ഒറ്റയ്ക്കാണ്, ആരുമില്ലാതെ തനിച്ചായി പോയി എന്ന് തോന്നുകയാണ്. ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. അപ്പോൾ പിയാനിസ്റ്റ് പറയാണ്, ഞാൻ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ തനിച്ചായിരിക്കണം എന്നാണ് പറയുന്നത്. ഓൺ 40 January അൺയൂഷ്വൽ നോയ്സസ് ഇൻ ദ ബിൽഡിംഗ് ആൻഡ് ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ് വോക്ക് മീ. ജനുവരി 14 കെട്ടിടത്തിനകത്തും പുറത്തും ഉണ്ടായ അസാധാരണ ശബ്ദങ്ങൾ എന്നെ ഉണർത്തി. സോൾജേഴ്സ് ran up and down the stairs and I heard agitated നെർവസ് വോയിസസ്. സൈനികർ പടികൾ മുകളിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ ശബ്ദം നമ്മുടെ പിയാനിസ്റ്റ് കേട്ടു. ഭയപ്പെട്ട ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 50 January ദ സൗണ്ട് ഓഫ് ആർട്ടിലറി ഫ്രം ദ പ്രീവിയസ്ലി സൈലൻറ്റ് ഫ്രണ്ട് വാസ് ഹേർഡ്. ജനുവരി 15 പുലർച്ചെ മുമ്പ് നിശബ്ദമായിരുന്ന യുദ്ധഭൂമിയിൽ ഇന്ന് പടക്ക ശബ്ദം കേട്ടു. പടക്ക ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെടികൾ പൊട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ് പിയാനിസ്റ്റ്. അതുവരെ സൈലൻ്റായി കിടന്നിരുന്നതായിരുന്നു. ഇപ്പോൾ 15 ജനുവരി രാവിലെ അവിടുന്ന് യുദ്ധഭൂമിയിൽ നിന്ന് വളരെ ഭയങ്കര സൗണ്ട് കേൾക്കുകയാണ്. ദ ഗ്രൗണ്ട് ആൻഡ് ദ വാൾസ് ഓഫ് ദ ബിൽഡിംഗ് ഷൂക്ക് അണ്ടർ ദ കോൺസ്റ്റൻറ്റ് ഡൾ തണ്ടർ. തുടർച്ചയായ പൊട്ടിത്തെറി ശബ്ദത്തിൽ നിലവും മതിലുകളും കുലുങ്ങി. 3 hours later the heavy artillery fire died down again, but I was as nervous as ever. 3 മണിക്കൂറിന് ശേഷം ശബ്ദം കുറഞ്ഞു, പക്ഷേ ഞാൻ ഇപ്പോഴും ഭയത്തോടെ തന്നെയായിരുന്നു. I did not sleep at all the night. ആ രാത്രിയിൽ ഞാൻ ഒട്ടും ഉറങ്ങിയില്ല. The street fighting would begin at any moment and I could be killed. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തെരുവിൽ യുദ്ധം തുടങ്ങാം, അപ്പോൾ ഞാൻ കൊല്ലപ്പെട്ടേക്കാന്ന് ഭയക്കാണ് ആര്? പിയാനിസ്റ്റ്. ദ നൈറ്റ് പാസ്ഡ് പീസ്ഫുള്ളി. ആ രാത്രി ശാന്തമായി കടന്നുപോയി. അറൗണ്ട് 1 o'clock ഐ ഹിയർ ദ റിമൈനിങ് ജർമൻസ് ലീവിങ് ദ ബിൽഡിംഗ്. ഏകദേശം 1 മണിയോടെ ബാക്കി ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന ജർമൻസൊക്കെ ആ കെട്ടിടം വിട്ടു പോകുന്നത് അയാൾക്ക് കേൾക്കാമായിരുന്നു. സൈലൻസ് ഫെൽ. പിന്നെ എല്ലാം നിശബ്ദമായി. ഐ കുഡ് നോട്ട് ഈവൺ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ്സ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പുറത്തേക്കുള്ള കാവൽക്കാരുടെ കാലടി ശബ്ദങ്ങൾ പോലും നമ്മുടെ പിയാനിസ്റ്റിന് ഇപ്പോൾ കേൾക്കാനില്ല. നോട്ട് അൺടിൽ ദ ഏർലി ഹവേഴ്സ് ഓഫ് ദ നെക്സ്റ്റ് ഡേ വാസ് എ സൈലൻസ് ബ്രോക്കൺ ബൈ എ ലൗഡ് ആൻഡ് റിസൻറ്റ് നോയ്സ്, ദ ലാസ്റ്റ് സൗണ്ട് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. അടുത്ത ദിവസത്തെ പുലർച്ചെ വളരെ നിശബ്ദമായി തുടർന്നു. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ ശബ്ദം കേട്ട് അത് തകർത്തു. റേഡിയോ ലൗഡ് speakers set up somewhere nearby were broadcasting announcement in Polish of the defeat of Germany and the liberation of Warsaw.
സമീപത്തുണ്ടായിരുന്ന റേഡിയോയിൽ ജർമ്മനി തോറ്റതായും വാഴ്സോ മോചിതമായതായുള്ള വാർത്തകൾ പോളിഷ് ഭാഷയിൽ അറിയിച്ചു. ദ ജർമൻ ഹാഡ് വിഡ്രോൺ വിത്തൗട്ട് എ ഫൈറ്റ്. ജർമ്മൻ സൈന്യം യാതൊരു പോരാട്ടവും ഇല്ലാതെ പിന്മാറി. As soon as it began to get light, I prepared feverishly for my first venture out. വെളിച്ചം വരുമ്പോൾ തന്നെ ഈ പിയാനിസ്റ്റ് ആദ്യമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. My officer had left me a German military overcoat to keep me from freezing. നമ്മുടെ ഓഫീസർ പോകുമ്പോൾ ആൾക്കൊരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് കൊടുത്തിട്ടാണ് പോയിരുന്നത്. I had already put it on when I suddenly heard the rhythmic footsteps of guards out in the road again. ഞാനത് ധരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡിൽ കാവൽക്കാരുടെ കാലടി ശബ്ദം വീണ്ടും കേട്ടു. Had the Soviet and the Polish troops withdrawn then? സോവിയറ്റ് പോളിഷ് സൈന്യങ്ങൾ പിന്മാറിയോ എന്ന് ഞാൻ സംശയിച്ചു. I sank on my mattress, utterly dejected, and lay there. ഞാൻ വളരെ നിരാശനായി കിടക്കയിൽ പതഞ്ഞു കിടന്നു. Until something new came to my ears, the voice of the women and children. പിന്നീട് പുതിയ ശബ്ദം ഞാൻ കേട്ടു, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം. At all costs I had to get information. എന്ത് വില കൊടുത്തോ എനിക്ക് വിവരങ്ങൾ അറിയണമെന്ന് തോന്നി. ആർക്ക്? നമ്മുടെ പിയാനിസ്റ്റിന് റേഡിയോയിലൂടെ മനസ്സിലായി യുദ്ധം അവസാനിച്ചു, ജർമ്മനി പിൻവാങ്ങിയെന്നൊക്കെ മനസ്സിലായതോടെ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ധൃതിയായി. എന്താണ് സോവിയറ്റ് പോളിഷ് സൈന്യങ്ങൾ പിന്മാറിയോ, എന്താണ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നമുക്ക് പുറത്തിറങ്ങി എന്ത് വില കൊടുത്തും പുറത്ത് എന്താ നടക്കുന്നത്, എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആൾക്ക് വളരെ ക്യൂരിയോസിറ്റി ആയി. നമ്മുടെ പിയാനിസ്റ്റ് വേഗം ഇറങ്ങി ഡൗൺ സ്റ്റെയേഴ്സ് ഇറങ്ങി സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലത്തെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്ററി മോർണിംഗ്. അതൊരു മങ്ങിയ മൂടൽമഞ്ഞുള്ളൊരു രാവിലെയായിരുന്നു. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, സ്റ്റുഡ് എ വുമൺ സോൾജർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എൻ്റെ ഇടതുവശത്തായിട്ട് കുറച്ച് ദൂരത്ത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഒരു യൂണിഫോം ധരിച്ചിട്ടുള്ള വനിതാ സൈനിക നിൽക്കുന്നുണ്ടായിരുന്നു. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. എൻ്റെ വലതുവശത്ത് നിന്ന് പിന്നിൽ ഒരു ചുമടുമായിട്ട് ഒരു സ്ത്രീ അടുത്തേക്ക് വരികയായിരുന്നു. വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹെർ. അവരടുത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ പിയാനിസ്റ്റിന് അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്, ബെക്കോങ്ങിങ് ഹെർ ഓവർ. ഹലോ, ക്ഷമിക്കണം, ഞാൻ മൃദുവായി അവളുടെ അടുത്തേക്ക് വിളിച്ചു. ഷീ സ്റ്റാർട്ടഡ് അറ്റ് മീ, ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ സ്ട്രിക്ക് ഓഫ് എ ജർമ്മൻ. അവൾ എന്നെ നോക്കി ചുമട് താഴെയിട്ടു. ജർമ്മൻ എന്ന് വിളിച്ചുകൊണ്ട് ഓടി. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്, സോ മീ, എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മാഷൻ പിസ്റ്റൽ. ഉടൻ കാവൽക്കാരി തിരിഞ്ഞ് എന്നെ കണ്ടു, ലക്ഷ്യം വെച്ച് വെടിവെച്ചു. ദ ബുള്ളറ്റ്സ് ഹിറ്റ് ദ വാൾ ആൻഡ് വിത്തൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയേഴ്സ് ആൻഡ് ടുക്ക് റെഫ്യൂഗ് ഇൻ ദ അറ്റിക്. വെടിയുണ്ടകൾ മതിലിൽ തട്ടി ഞാൻ ചിന്തിക്കാതെ പടികൾ കയറി അറ്റിക്കിൽ ഒളിച്ചു. നമ്മുടെ പിയാനിസ്റ്റ് ഓഫീസർ തന്ന ജർമ്മൻ്റെ യൂണിഫോം കോട്ടായിരുന്നു ധരിച്ചിരുന്നത് തണുപ്പ് മാറാനായിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ കണ്ടപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു നമ്മുടെ പിയാനിസ്റ്റ് ജർമ്മനാണെന്ന്. ബട്ട് ഹീ ഈസ് എ ജ്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ ജ്യൂസാണ്. പക്ഷേ അയാൾ ധരിച്ചിരുന്നത് ആ രീതിയിലുള്ള കോട്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അലറി വിളിച്ചുകൊണ്ട് ഓടി ഇയാൾ ജർമ്മനാണെന്ന്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീയായിട്ടുള്ള സൈനികരെ ഈ നമ്മുടെ പിയാനിസ്റ്റിൻ്റെ എതിരെ വെടിവെച്ചത് പക്ഷെ മതിലിൽ തട്ടിയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കാതെ തന്നെ പിയാനിസ്റ്റ് നമ്മുടെ എച്ചിക്കിലേക്ക് ഓടി കയറി. ലുക്ക് ഔട്ട് ഓഫ് മൈ ലിറ്റിൽ വിൻഡോ എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഐ സോ ദാറ്റ് ദ ഹോൾ ബിൽഡിംഗ് വാസ് സറൗണ്ടഡ്. കുറച്ച് മിനിറ്റുകൾ ശേഷം ജനലിലൂടെ നോക്കിയപ്പോൾ ആ കെട്ടിടം മുഴുവൻ വളഞ്ഞിരിക്കുകയായിരുന്നു. ഐ ഹേർഡ് സോൾജേഴ്സ് കോളിംഗ് ടു ഈച്ച് അതർ and then the sound of shots and exploding hand grenades. സൈനികർ തമ്മിൽ വിളിക്കുന്ന ശബ്ദവും വെടിയൊച്ചകളും ഗ്രനേഡുകൾ പൊട്ടുന്ന ശബ്ദവും കേട്ടു. This time my situation was absurd. ഈ സമയം എൻ്റെ അവസ്ഥ വളരെ വിചിത്രമായിരുന്നു. I was going to be shot by Polish soldiers in liberated Warsaw on the very verge of freedom. മോചിതമായ വേഴ്സോയിൽ നമുക്ക് മനസ്സിലായി വേഴ്സോയിൽ ലിബറേറ്റഡ് ആയി, അവിടെ സ്വാതന്ത്ര്യം നേടി ജർമ്മനെതിരെന്ന് മനസ്സിലായി. പക്ഷേ നമ്മുടെ പിയാനിസ്റ്റ് ജർമ്മൻ ഓഫീസർ കൊടുത്ത ആ കോട്ട് ജർമ്മൻ്റെ ഓഫീസ് യൂണിഫോമായിട്ടുള്ള കോട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് പിയാനിസ്റ്റ് ജർമ്മനാണെന്ന്. അപ്പോൾ ഇയാൾക്കെതിരെ വെടിയുണ്ടകൾ ഉയർത്തുകയാണ് ആളുകൾ.
Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. ഞാൻ എങ്ങനെയാണ് ഞാനൊരു പോളിഷ് ആണെന്ന് അവരെ മനസ്സിലാക്കുക, എങ്ങനെയാണ് അടിയന്തരമായിട്ട് അയാൾ ചിന്തിച്ചു, നമ്മുടെ പിയാനിസ്റ്റ് ചിന്തിക്കുകയാണ് നമ്മൾ പോളിഷ് ആണെന്ന് അവരെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ജർമ്മനാണെന്ന് കരുതിക്കൊണ്ട് നമ്മളെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്ന ഉള്ള കാര്യം നമ്മുടെ പിയാനിസ്റ്റിന് മനസ്സിലായി. I began coming down the stairs shouting as loud as I could, "Don't shoot, I am Polish." ഞാൻ പടികൾ ഇറങ്ങിക്കൊണ്ട് വെടിവെക്കരുതെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. Very soon I heard a swift footsteps climbing the stairs. ഉടൻ തന്നെ പടികൾ കയറുന്ന വേഗത്തിലുള്ള കാലടി ശബ്ദങ്ങൾ കേട്ടു. The figure of a young officer in Polish uniform with an eagle on his cap came into view. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഓഫീസർ, യങ് ആയിട്ടുള്ള ഒരു ഓഫീസർ പോളിഷ് യൂണിഫോമിൽ ഈഗിൾ ചിഹ്നമുള്ള അടയാളത്തിലുള്ള ക്യാപ്പ് വെച്ചുകൊണ്ട് നമ്മുടെ പിയാനിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തി. ഈ പോയിന്റഡ് എ പിസ്റ്റൽ അറ്റ് മീ ആൻഡ് ഷൗട്ടഡ്, "ഹാൻഡ്സ് അപ്പ്." അവൻ എന്നിലേക്ക് തോക്ക് ചൂണ്ടി കൈകൾ ഉയർത്താനായി വിളിച്ചു പറഞ്ഞു. ഐ റിപ്പീറ്റഡ് മൈ ക്രൈ ഓഫ് "ഡോണ്ട് ഷൂട്ട്, ഐ എം പോളിഷ്." ഞാൻ വീണ്ടും വിളിച്ചു, വെടിവെക്കരുത്, ഞാൻ പോളിഷാണ്. ദ ലേഡൻ വെന്റ് റെഡ് വിത്ത് ഫെറി. ലെഫ്റ്റനന്റ് കോപത്തോടെ ചുവന്നു. "Then why in God's name don't you come down?" he roared. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ട് താഴേക്ക് വരാത്തത്? അവൻ കോപത്തോടെ ചോദിച്ചു. "And what are you doing in the German court?" നീ എന്താണ് ഇവിടെ ജർമ്മൻ കോട്ട് ഇട്ടുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ പോളിഷ് ഓഫീസർ. "Only when the soldiers had taken a closer look at me and reviewed the situation did they really believe I was in German." സൈനികർ വന്നിട്ട് നമ്മുടെ പിയാനിസ്റ്റിനോട് ചോദിക്കുകയാണ്, "നീ എന്തുകൊണ്ടാണ് ഈ കോട്ട് ഇട്ടിട്ടുള്ളത്? പിന്നെ അതുപോലെ തന്നെ നീ എന്തുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് താഴേക്ക് വരാത്തത്? നീ ഒരു ജർമ്മൻ ആയതുകൊണ്ടല്ലേ നീ ഈ കോട്ട് ഇട്ടിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അവസാനത്തെ പരിശോധനയ്ക്ക് ഒടുവിലാണ് മനസ്സിലായത് നമ്മുടെ പിയാനിസ്റ്റ് ജർമ്മൻ അല്ല എന്നുള്ള കാര്യം. ദെൻ ദേ ഡിസൈഡഡ് ടു ടേക്ക് മീ. തുടർന്ന് അവർ നമ്മുടെ പിയാനിസ്റ്റിനെയും കൂടെ കൊണ്ടുപോയി. Then they decided to take me to their headquarters so that I could wash and have a meal. നമ്മുടെ പിയാനിസ്റ്റിനെ ആർമി ഓഫീസേഴ്സ്, പോളിഷ് ഓഫീസേഴ്സ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടേക്കാണ്? ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കാനായിട്ട്, നമ്മുടെ പിയാനിസ്റ്റിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, മീൽസൊക്കെ കഴിക്കാനും ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. After 2 weeks well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. 2 ആഴ്ചകൾക്ക് ശേഷം സൈന്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഭയമില്ലാതെ വാഴ്സോയിലെ തെരുവുകളിൽ ഒരു സ്വതന്ത്ര മനുഷ്യനായി നടന്നു. ഏകദേശം 6 വർഷത്തിന് ശേഷമായി ആദ്യമായാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം നമ്മുടെ പിയാനിസ്റ്റ് പറയാണ്, ഈ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അവരെ എത്തിച്ചതിന് ശേഷം ഈ പോളിഷ് ഓഫീസേഴ്സ് നന്നായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്ത്, നല്ല കെയറോടെ ആയിരുന്നു പിയാനിസ്റ്റിനെ കൊണ്ട് നടന്നിരുന്നത്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ ഫ്രീ ആയിട്ട് ഒരു പേടിയും ഭയവും ഇല്ലാതെ വാഴ്സോയിലെ സ്ട്രീറ്റിലൂടെ നടക്കുന്നത്. ഐ ലുക്ക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് ദ സിറ്റി where the ghetto had been, where 500,000 Jews has been murdered. There was nothing left of it. അപ്പം നമ്മുടെ പിയാനിസ്റ്റ് നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തേക്ക് നോക്കുകയാണ്. അവിടെ ഗെറ്റോ ഉണ്ടായിരുന്നു. അവിടെ 500,000 യഹൂദന്മാർ കൊല്ലപ്പെട്ടിരുന്നു. 500,000ഓളം ജൂസായിരുന്നു അവിടെ കൊല്ലപ്പെട്ടിരുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ടുമോറോ ഐ മസ്റ്റ് ബീങ് എ ന്യൂ ലൈഫ് വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. ഞാൻ നാളെ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. എൻ്റെ പിന്നിൽ മരണം മാത്രമാണ് ബാക്കി. ഐ വെൻ്റ് ഓൺ മൈ വേ. ഞാൻ എൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നടന്നു. അപ്പോൾ നമ്മളുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പിയാനിസ്റ്റായിട്ടുള്ള സ്പിൽമാന് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ആ തെരുവിലൂടെ ഒറ്റയ്ക്ക് ആരെയും പേടിക്കാതെ നടന്നു പോവുകയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് വളരെ ഭീകരമായ ഒരു യുദ്ധമായിരുന്നു അത്. പല രാജ്യങ്ങളിൽ നിന്നും പങ്കെടുത്ത കോടിക്കണക്കിന് ആളുകളായിരുന്നു മരിച്ചിരുന്നത്. നഗരങ്ങൾ നശിച്ചു, ആളുകളുടെ വീടുകൾ നഷ്ടമായി, എല്ലായിടത്തും ഭയം നിറഞ്ഞു നിന്നിരുന്നു. പോളണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ യഹൂദന്മാർക്ക് വളരെ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ആളുകൾ ഒളിച്ചിരിക്കുകയും വിശപ്പോടെ കഴിയുകയും ജീവിക്കാൻ പാടുപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്.